EDP ഒക്കെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കില്ല ഇപ്പോഴും. മദനീനൊക്കെ അതിൻ്റെ അവസാനത്തെ തരത്തിലേക്ക് എത്തിച്ച് അവസാനം ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കില്ലേ അദ്ദേഹം. ഇപ്പോൾ PDP പോലുള്ള ആളുകളെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോയിട്ടുള്ളവരവരൊക്കെ. അതൊന്നൊരു ഈ പറയുന്ന വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല. PDP സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാമെന്നോ, അതിന് വിഷമിക്കേണ്ട നിങ്ങൾ. PDP ഒരു വർഗീയ ഈ പറയുന്ന പോലെ SDP ഭാഗം അല്ലല്ലോ. PDPയുടെ പിന്തുണ വേണ്ടെന്ന് ഇതുവരെ CPMോ മുഖ്യമന്ത്രിയോ പ്രഖ്യാപിച്ചിട്ടില്ല. വർഗീയ അടിസ്ഥാനത്തിൽ ആളുകളെ ചേരിതിലുണ്ടാക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമം, പ്രധാനമന്ത്രി നടത്തുന്ന ശ്രമം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതോടൊപ്പം PDP ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള സംഘടനകളുടെ പിന്തുണയാണ്. PDPയുടെ പിന്തുണ തീർച്ചയായിട്ടും എന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. അതിന് എന്നെ സഹായിച്ചതും അതിനെല്ലാം സൗകര്യമൊരുക്കിയതും ശ്രീ സിറാജ് ആണ് എന്നുള്ള കാര്യം. SDPI എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തേ അങ്ങനെയൊരു കൂട്ടുമായിട്ട് ചർച്ച നടത്താനും നല്ല നിലയിൽ നേരത്തെ നിലപാട് സ്വീകരിക്കാനും തയ്യാറാണ്. പക്ഷേ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടിയായി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്നയാൾ പിന്നീട് പറയുന്നതായിട്ട് കേട്ടു. ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ. ഈ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ആദ്യം നടത്തിയത്? ആ ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നതിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മടി കാണിക്കാറില്ല. തങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത്. അതും PDPയും ഒരേപോലെ എന്ന നിലക്ക് എടുത്തു പോകേണ്ടതില്ല. PDP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട്, നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകാറുണ്ട്.